അങ്ങനെ ലാലിയക്കും പ്രീമിയർ ലീഗിനും കൊടിയേറിയിരിക്കുകയാണ്. ലാലിയിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ ബാർസ അതിന് കപ്പെടുത്തത്. ആ സ്ഥാനത്ത് റയലാണെങ്കിലോ അടിച്ച് കൊരുകയായിരുന്നു ബാർസ റയലിനെ. ഇനി പ്രീമിയർ ലീഗിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ചെൽസി വേൾഡ് കപ്പൊക്കെ എടുത്ത് ക്ലബ് വേൾഡ് കപ്പൊക്കെ എടുത്ത് ആൾറെഡി നല്ല ഫോമിലാണ്. പിന്നെ പ്രീമിയർ ലീഗിൽ നല്ല ട്രാൻസ്ഫേഴ്സ് നടന്നിട്ടുണ്ട്. ഗ്യോക്കസ് അർസനൽക്ക്, സെസ്കോ യുണൈറ്റഡ്ക്കും വന്നിരിക്കുന്നു. അർസനൽ അത്യാവശ്യം നല്ല ഫോമിലായതുകൊണ്ട് തന്നെ ഗ്യോക്കേസിനെ നല്ല രീതിക്ക് ഉപയോഗിക്കുന്നു വിചാരിക്കുന്നു. ഇവിടെ യുണൈറ്റഡിൻ്റെ കാര്യം ഭയങ്കര കഷ്ടം. കിട്ടോ ഇല്ലേ എന്നൊരവസ്ഥയാണ്. എന്തായാലും ഈ സീസൺ യുണൈറ്റഡ് തിരിച്ചറിട്ടെ. എന്തായാലും പ്രീമിയർ ലീഗിൽ ഈ സീസൺ നല്ല കോമ്പറ്റീഷൻ തന്നെ കാണാം. നിങ്ങൾക്കെന്ത് തോന്നുന്നു? ഈ സീസണത്തെ ലാലിഗയും പ്രീമിയർ ലീഗും ആര് തൂക്കും? അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അത് എനിക്ക് വലിയൊരു ഉപകാരമാണ്. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, അതെനിക്ക് വലിയൊരു ഉപകാരം.